അതെ 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 ഇപ്പൊ വരാം നിങ്ങൾ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഞങ്ങൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് കള്ളിക്കാട് വാർഡിന്റെ രണ്ടാമത്തെ ബൂത്തിന്റെ അവിടെയാണ് ഉള്ളത്. ആ രണ്ടാമത്തെ ബൂത്തിന്റെ അവിടെ നിന്ന് ഇപ്പോൾ സാക്ഷിയോടൊപ്പം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ബാബു നമ്മളോടൊപ്പം ചേരും. നമസ്കാരം. രാവിലെ തിരഞ്ഞെടുപ്പിന്റെ ചൂടാണ്, പ്രകൃതിയും ചൂടാണ്. എന്തുണ്ട്? പിന്നെ പ്രകൃതി ചൂടാണ്, തെരഞ്ഞെടുപ്പ് ചൂടല്ല. കാരണം തിരക്ക് വളരെ കുറവാണ്. തിരക്ക് വളരെ കുറവാണ്. അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞോ? രണ്ട് മണിക്കൂർ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2.5 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മുടെ ഗ്രാമമല്ലേ, തീരെ ചെറിയ ഗ്രാമമല്ലേ. ഒരു ഉച്ചയ്ക്ക് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ? വലിയ പ്രതീക്ഷയല്ലേ. ഞങ്ങള് സ്നേഹത്തോടെ കൂടെ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള അവർക്ക് ഇഷ്ടം ഉണ്ട്. പാർട്ടിയോടുണ്ട്, നമ്മളോടും ഉണ്ട്, എന്നോടും ഉണ്ട്. വ്യക്തിപരമായിട്ടുള്ള സ്നേഹമുണ്ട്. എന്തായാലും അത് വിജയത്തിൽ കലാശിക്കും. എല്ലാവിധ ആശംസകളും. അപ്പോൾ NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ബാബു വിജയനിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ K. സുദേവൻ നമ്മളോടൊപ്പം ചേരും. അദ്ദേഹവും തൊട്ടടുത്ത് തന്നെയുണ്ട്. വോട്ടർമാരുമായിട്ടും ബൂത്തുകളിലും ഒക്കെ അദ്ദേഹം സജീവമായി നിൽക്കുകയാണ്. നമുക്ക് ശ്രീ K. സുദേവനെ കണ്ടതിന് ശേഷം കോൺഗ്രസിന്റെ നേതാവ് ശ്രീ മാധവൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ നിന്ന് നമുക്കൊരു അഭിമുഖം പ്രതീക്ഷിക്കാം. അദ്ദേഹം മതംപിള്ള ഇവിടെ തൊട്ടടുത്തായിട്ടുണ്ട്. സുദേവനെ K. സുദേവൻ LDF സ്ഥാനാർത്ഥി K. സുദേവനെ കണ്ട ശേഷം നമ്മൾ അദ്ദേഹത്തെ കാണുന്നതായിരിക്കും. നമസ്കാരം. നമസ്കാരം. രാവിലെ തിരഞ്ഞെടുപ്പ് ജോലിയിലും പ്രകൃതിയുടെ ജോലിയിലുമാണെന്നറിയാം. എന്തായാലും ശരി, തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? തിരഞ്ഞെടുപ്പ് വിശേഷം സംസ്ഥാനത്താകമാനം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റാണ്. അത് കൃത്യമായും ഞങ്ങളുടെ വാർഡിലും പ്രതിഫലിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷം ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഞങ്ങളെ ശതമാനത്തിന്റെ ഇപ്പൊ ഏകദേശം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ പിന്നിടുകയാണ്. ഈ 2.5 മണിക്കൂർ പിന്നിടുമ്പോഴും ശതമാന കണക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏകദേശം ഒരു ശതമാനക്കുള്ള ഉദ്ദേശമെങ്കിലും പറയാൻ കഴിയുമോ? ഏതാണ്ട് 200 വോട്ട് നടന്നു കഴിഞ്ഞു. 200 വോട്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. 200 വോട്ട് നടന്നു കഴിഞ്ഞു. അപ്പൊ 20% വോട്ട് നടന്നു. നല്ല ശതമാനം പോളിംഗ് ആണ് നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ്, വളരെ സമാധാനപരമായി തന്നെയാണ് നടക്കുന്നത്. അതാണ് നമ്മുടെ ചടയമംഗലത്തെ ഈ ഗ്രാമപഞ്ചായത്തിലെ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്രാവശ്യം നല്ല എല്ലാ പ്രാവശ്യവും കാരണം വളരെ സമാധാനപരമായിട്ടാണ്. ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ പക്ഷം ചേരുന്നില്ല. പക്ഷേ പക്ഷമില്ലാതെ പറയുന്നത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും അതുപോലെ തന്നെ പ്രചരണ പരിപാടികളും ഒക്കെ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ വളരെ സമാധാന അന്തരീക്ഷത്തിൽ ആണ് ഇപ്പോൾ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അത് വളരെ ശാന്തമായിട്ടാണെന്ന് തന്നെ പറയാം. അതേ കള്ളിക്കാട് വാർഡിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 200 വോട്ടെങ്കിൽ 20% വോട്ട് പൂർത്തീകരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എല്ലാവിധ ആശംസകളും. നമുക്ക് ഒരു റൗണ്ട് കൂടെ ഞങ്ങൾ വരും. അപ്പോൾ വീണ്ടും അപ്പോൾ നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥി K. സുദേവൻ ആണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ പല ഭാഗങ്ങളും പല കോണുകളിലും ചിലപ്പോൾ ചില കോണുകളിൽ സംസാരങ്ങൾ വരെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്താണ് വളരെ നിശബ്ദമായി വളരെ ശാന്തമായി തന്നെ ഒരു തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് വേണം തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ മാധവൻപിള്ള, വട്ടപ്പണ മാധവൻപിള്ള, അതാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനും അങ്ങനെ പറയുന്നതാണ് ഇഷ്ടം. വട്ടപ്പണ ചേർത്ത് പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു വിഷമം പോലെ.
ഒരു ആ വിഷമമില്ല. ശ്രീ വട്ടപ്പണ മാധവൻപിള്ള, രാഷ്ട്രീയ ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 80% രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെച്ച ആളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം കോൺഗ്രസിന്റെ ചടയമംഗലത്തെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് നിങ്ങൾ മൊത്തത്തിൽ ഈ വാർഡാണോ ഉദ്ദേശിക്കുന്നത്? അത് വെളിയിൽ ഈ വാർഡിന്റെ ആദ്യം നമുക്കൊന്ന് വിലയിരുത്താം. ഈ വാർഡിൽ രണ്ടും കിട്ട നിൽക്കുക. ആ. BJP, CPM, ഇത് രണ്ടും തുല്യമായ രീതിയിൽ പോരാട്ടം. അപ്പൊ കോൺഗ്രസിന് പ്രാധാന്യമില്ലേ? കോൺഗ്രസിന് വാർഡിലെ ഇത് അല്പം കുറവാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ UDF പൊതുവിൽ നോക്കുമ്പോൾ ഒരു ഒരല്പം കൂടി മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. UDFനും കാണുന്നുണ്ട്. ഏകപക്ഷീയമായ ഒരു ഇതല്ല. പിന്നെ കോൺഗ്രസിനകത്ത് ഒത്തിരി ദോഷം വരുന്നത് കോൺഗ്രസിനകത്തുള്ള ചില ആശയ പ്രശ്നങ്ങളാണ്. അതേ ഉള്ളൂ. അപ്പൊ നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വട്ടപ്പണ മാധവൻ പിള്ളയാണ്. ഈ തത്സമയവും നമ്മളിവിടെ ഈ ഞങ്ങളെ യൂത്ത് വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. ശാന്തമായ ഒരു അന്തരീക്ഷത്തിലെ ഇലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഞങ്ങളെല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും സഹോദരങ്ങളെ വളരെ ഭദ്രമായി. അപ്പൊ നമുക്ക് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ഇവിടെ കള്ളിക്കാട് 2ാം ബൂത്ത് പ്രവർത്തിക്കുന്നത് കള്ളിക്കാട് 1ാം ബൂത്ത്, കള്ളിക്കാട് 1ാം ബൂത്താണ്. ക്ഷമിക്കണം പ്രേക്ഷകർ, അത് 1ാം ബൂത്താണ്. 2ാം ബൂത്താണ് പള്ളിക്കുന്നംപുറത്തുള്ളത്. 1ാം ബൂത്ത് കള്ളിക്കാട് തന്നെയാണ് ആ ബൂത്ത് പ്രവർത്തിക്കുന്നത്. അത് കള്ളിക്കാട് അംഗൻവാടിയിലാണ്. ഇവിടെ ഹരികർമ്മസേന പ്രവർത്തകരടക്കം ബന്ധപ്പെട്ട ആൾക്കാർ മുഴുവനുമുണ്ട്. ഇവിടെയും സാമാന്യം തെറ്റില്ലാത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തത്സമയവും ഈ വാർത്താവിശേഷവും ഇവിടെ പൂർണ്ണമാവും.